ഇനി ഇതേ കണക്ക് വിറ്റി കാലൊന്നും പറ്റില്ലേ. ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലല്ലേ. മലപ്പുറം കത്തി മുതൽ പോർച്ചുകൾ ഉപയോഗിച്ച പോർച്ചക്കത്തി വരെ ഉണ്ട്. പേടിയായി ഇതൊക്കെ എടുത്ത് പണിഞ്ഞ എന്റെ ഐഡിയ ആയി പോയി. സൂചി കാണുന്നില്ലല്ലോ ഏട്ടാ, നോക്കോണേ. അച്ഛൻ വരും തുഴഞ്ഞിപ്പോ ഹാളിലെത്തോ. കാല് വയ്യ, എനിക്ക് കുഞ്ഞാന്നും പറ്റത്തില്ല. ഞാൻ ഇപ്പഴാ പറഞ്ഞത് എനിക്ക് കാല് വയ്യാത്ത. ഇത് കൊള്ളാല്ലേ, ആയല്ലേ പാടാണെ ഞാൻ ചെയ്യാം. ഞാൻ കണക്കേട്ടാ അത്ര ചോറോട് നിന്നില്ല. കാലുകാ തന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല പൊരിക്കൽ തിരിച്ച് വന്നിട്ടുണ്ട്. ഞാനും അമ്മയൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. ത്രെഡ് ചെയ്തിട്ടൊക്കെ കുറേ നാളായി ത്രെഡൊക്കെ ചെയ്യണം. അപ്പം അതുപോലെ തന്നെ ഞാൻ ആ ബ്ലോഗിലല്ല എൻ്റെ കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഏട്ടൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ അത് വിടുന്നത് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ ഏട്ടൻ്റെ കാലിൽ ആദ്യമേ ഇങ്ങനെയായിരുന്നു ചതവ്, നല്ലപോലെ ചതവുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് മെഡിസിനൊക്കെ ചെയ്ത് ഇതെനിക്ക് ഫെയ്ഡ് ചെയ്ത് ഇപ്പം പ്രോപ്പറായിട്ട് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട് മൊത്തം കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ബാഡ് ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടൊരു സ്റ്റാർട്ടങ്ങ് തുടങ്ങാം. അപ്പം ഞങ്ങൾ എന്താണ് ആ ഒരു ആക്സിഡൻറ്റ് കുറച്ച് ദിവസം മുന്നേ വീട്ടിലൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സംഭവം. ഒരു മിറർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സെറ്റിംഗ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ കൂടെ കൂടിയേക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് ഒന്നിൻ്റെ ഭർത്താവും അതുപോലെ തന്നെ അനിയനുമാണ്. അപ്പം ഏട്ടനും അപ്പോഴും ഇന്ന് എന്തൊക്കെ കാണിച്ചു വെക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇനി ഇതേ കണക്ക് വിറ്റി 3, 6 ഈ വെള്ള സ്ക്രൂ മറ്റേ ഇല്ല, സ്ക്രൂ ഉണ്ടോ? വെള്ള സ്ക്രൂ ആണ്, കറുത്ത സ്ക്രൂ ഈ ഇതിനകത്ത് ഇല്ല. സംഭവം ഇത് തിരിഞ്ഞായിരിക്കണ്ട കേട്ടോ. മതിയല്ലേ, നോക്കട്ടെ. നല്ല രസമുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണാടി സ്ഥാപിക്കേണ്ട സ്ഥലത്തിന്റെ അളവെടുക്കലാണ് നടക്കുന്നത് കേട്ടോ. ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലല്ലേ. മലപ്പുറം കത്തി മുതൽ. അപ്പോൾ ഈ കണ്ണാടി നമ്മുടെ വീട്ടിലെത്തുന്നതെന്ന് പറഞ്ഞാൽ നവംബർ 7-ാം തീയതിയാണ്. അപ്പോൾ 9-ാം തീയതി എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ നമുക്ക് എന്താണ് ഫിറ്റ് ചെയ്യണമെന്നൊക്കെ രീതിയിലാണ് നമ്മൾ എക്സാമിന് പോയത്. പക്ഷെ നമുക്ക് ആക്സിഡൻ്റ് ഒക്കെ പറ്റി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓർഡർ ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ കണ്ണാടി വീട്ടിൽ വരുന്നു, നേരെ ഭിത്തിയിൽ കൊണ്ടുപോയി തൂക്കുന്നു, ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് ഡ്രില്ല് ചെയ്തൊക്കെ ഇടുന്ന രീതിയിലുള്ളൊരു കണ്ണാടിയായിരുന്നു ഗൈസ്. മറ്റേ മെഷീൻ കണ്ണൊക്കെ ഉണ്ടല്ലോ. മുകേഷ് അണ്ണനെ ഒന്ന് വിളിച്ചാലോ നമുക്ക്? മുകേഷ് അണ്ണ പക്ഷെ ശ്യാമയുടെ വീട് മൊത്തം നടക്കും. ഏട്ടാ മുകേഷ് അണ്ണനെ വിളി. ഏട്ടാ പലരും ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഇവർ 2 പേരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 2 അല്ല 3 പേരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു പോളിടെക്നിക്ക് ഞങ്ങൾക്ക് വലിയ പിടിയില്ലായിരുന്നു. പേടിയായി ഇതൊക്കെ എടുത്ത് പണിഞ്ഞ എന്റെ ഐഡിയ ആയി പോയി. സൂചി കാണുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു സംഭവം, ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഏട്ടന്റെ ഫ്രണ്ടാണ് മുകേഷ്. മുകേഷിന്റെ വീട്ടിൽ നമ്മൾ പൊക്കിയതാണ് കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാടാന്ന് പറഞ്ഞ് ഏട്ടൻ പൊക്കൊണ്ട് വന്നതാണ്. അപ്പം ഇവർക്ക് 2 പേർക്ക് ഇത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് മുകേഷനെ വിളിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർ 2 പേരുടെ പരിപാടി അങ്ങ് തുടങ്ങി കേട്ടോ. വേറെ ആരും വേണ്ട, ഇവര് മതിയെന്നും പറഞ്ഞ് അവരങ്ങ് തുടങ്ങി.
അച്ഛൻ തുഴഞ്ഞിപ്പോ ഹാളിലെത്തോ തമ്പുരാനാണ് എനിക്കറിയാം. കാല് വയ്യ. എനിക്ക് കുഞ്ഞാന്നും പറ്റത്തില്ല. ഞാൻ എപ്പോഴാ പറഞ്ഞത് എനിക്ക് കാല് വയ്യാത്ത. ഇപ്പൊ വീഡിയോ എടുക്കാൻ പേടിയാ. വീഡിയോ എടുത്തിട്ട് ശേഷം അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൈ കിട്ടിയ ഒരു സാധനമാണ്. ആക്സിഡന്റ് മുന്നേ എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിയ ഒരു സ്കിപ്പിംഗ് റോപ്പ് ആയിരുന്നു. ചുമ്മാ ഇരുന്ന് ചെതലായിരിക്കുക. ഇപ്പം ഇനിയിപ്പോൾ കാലൊക്കെ ഒന്നുകൂടെ റെഡി ആയിട്ടേ ചാടാൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ അമ്മയെ തിരക്കിയിട്ടുണ്ടായിരുന്ന എല്ലാവരും ദാണ്ട് അമ്മ ഓക്കെയാണ് കേട്ടോ. അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു. അമ്മ നോക്കുകയാണ് ഇവരെന്താണ് ഇവിടെ ഒപ്പിക്കുന്ന, വീട് ഇളക്കുവോ, വീട് മറച്ചു വെക്കുവോ, സൗണ്ട് കേൾക്കുന്നുണ്ടോടാ, ഹാളിലെത്തുവോടാ, കറണ്ട് തട്ടുവോടാ എന്നൊക്കെ പറഞ്ഞ് അമ്മ നോക്കുകയാണ് കേട്ടോ. അമ്മ പോയി കഴിഞ്ഞപ്പം ആയുധം കൈമാറി അപ്പൂനായിരുന്നു അടുത്ത ചാൻസ്. ആയുധം വെച്ചുള്ള കളിയായോണ്ട് ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പക്ഷെ അവർ പൊളിയാണെന്ന് പിന്നെ തെളിയിച്ചോണ്ടിരുന്നു ഗൈസ്. ഇത് കൊള്ളാല്ലേ. ഞാനിങ്ങ പോവോ? അതിനകത്ത് എന്തോ ഒരു സാധനം അടിച്ചു കയറ്റാൻ ചുറ്റിക വേണമായിരുന്നു. പക്ഷെ രണ്ടിനും പോയി എടുക്കാൻ വയ്യ. എനിക്ക് പിന്നെ വയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പോയി എടുത്തു കൊടുത്തേനെ. അങ്ങനെ എന്തായാലും ആഞ്ഞു പിടിച്ച് നമ്മുടെ ഒരു 4 ഹോള് നമ്മൾ റെഡിയാക്കി, നമ്മളല്ല അവരെനിക്ക് റെഡിയാക്കി തന്നു. ഇനി നമുക്ക് നമ്മുടെ കണ്ണാടി അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം ഗേസ്. കണ്ണാടി അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. പിന്നെ ഈ മിററിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ്. വേണ്ടവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതുകൊണ്ട് അത്യാവശ്യ കാര്യമുണ്ട്. എന്താ സംഭവം ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട്, ഒരു കബോർഡ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം ഫിറ്റിങ് കിടക്കട്ടെ കേട്ടോ. വേണ്ടവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് അപ്പം മുങ്ങി അവൻ ജസ്റ്റ് ഒന്ന് പിടിച്ചോന്ന് പറഞ്ഞു. എനിക്ക് വയ്യാത്തയാ, എന്നെ ഇടിച്ചേന്നാ. അയ്യോ എനിക്ക് വേറെ എടുക്കുന്നവൻ കുറേ രാവിലെ പാടാണെ ഞാൻ ചെയ്യാം. കണ്ണാടി അടിക്കുമ്പോ ശ്രദ്ധിച്ചോണേ. വേണ്ട വേണ്ട വേണ്ട. അങ്ങനെ ഏട്ടന്റെ കൈകളിലേക്ക് ആയുധം ഏൽപ്പിച്ചിട്ട് ഏട്ടാ അല്ലേ വേണ്ട ഏട്ടത് പിടി, ഏട്ടത് പിടി. തിരി ആ തിരി തിരിയല്ലോ 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 തിരി തിരി നല്ലോണം തിരി. ആ ആ തിരി. അത്ര ചോറോട് നിന്നില്ല. കാലുകാരെല്ലാം കൊണ്ട് പണിയെടുപ്പിച്ച് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അല്ലേലും അനാവശ്യ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏട്ടൻ്റെ ഹോബിയാണ്. അത് നിറഞ്ഞാണ്ട് അതേപോലെ ഇരിക്കണം. ആ അവിടെ കറക്റ്റ് കറക്റ്റ് യു ക്യാൻ. ആ കറക്റ്റ് ആ യു ക്യാൻ. വിന്നർ. ആ യെസ് യു ക്യാൻ. ആ അവിടെ യെസ് യു ക്യാൻ. ആ അവിടെ ആ ആ യെസ് യു ക്യാൻ. I am the best. ഏട്ടന് അന്നത്തെ ദിവസം തന്നെ തീർക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ ഈ ആയുധം മേടിച്ചിട്ട് ഏട്ടൻ തന്നെ പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി മിറർ വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ കബോർഡിൻ്റെ സെറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് നമ്മൾ താഴെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ആ മിററിനോടും വാളിനോടും ഒന്ന് ചേർക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളായിരുന്നു. ഡ്രിൽ ചെയ്ത് നോക്കണോ? ഇതകത്താണ് ഇരിക്കേണ്ടത്, മനസ്സിലായോ? ഓക്കെ കണ്ടോ? കറക്റ്റായി ഉണ്ടോ? താങ്ക് യു. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ മിറർ എനിക്ക് വാളിൽ അവർ ഫിക്സ് ചെയ്ത് തന്നു, ഏട്ടനും അപ്പവും കൂടെ. താങ്ക് യു സോ മച്ച്. അപ്പം ഈ ഒരു മിറർ വാളിൽ ഫിക്സ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളൊരു സംഭവം അടുത്ത വ്ളോഗിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഒരു ഹാപ്പി ന്യൂസാണ് കേട്ടോ. അയ്യോ
വേറെ ഹാപ്പിനെസ് ഒന്നും പ്രഡിക്റ്റ് ചെയ്യല്ലേ, വേറെ കുഞ്ഞ് ഹാപ്പിനെസ് ആണ്. അപ്പം അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെന്ന്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ. മിററിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണേ.